മലപ്പുറം നിലമ്പൂരിൽ മുക്കട്ട സ്വദേശി മോഷ്ടിച്ച് വിഴുങ്ങിയ മാല പുറത്തു വന്നപ്പോൾ ക്ലോസറ്റിൽ ഒഴുക്കി കളഞ്ഞു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തൊണ്ടി മുതൽ നശിപ്പിച്ചതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതി സമീന റിമാൻഡിലാണ്. ഒരു മോഷണം വയറിളക്കാൻ മരുന്ന് നൽകി எனக்கு இப்படி போனா வராது, இப்படி போனாதான் വരും. തൊണ്ടി മുതലിനായി കാത്തിരിക്കേണ്ട ഗതികേടിലായിരുന്നു പോലീസ്. ഒരാഴ്ചയോളം നീണ്ട കാത്തിരിപ്പിനു ശേഷം തൊണ്ടി മുതൽ പുറത്തു വന്നപ്പോൾ പ്രതി പോലീസിനെ കബളിപ്പിച്ച് ശുചിമുറിയിൽ ഒഴുക്കി കളഞ്ഞു. ഫെബ്രുവരി ഒൻപതിനാണ് നിലമ്പൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് 3 വയസ്സുകാരിയുടെ മാല സമീന മോഷ്ടിക്കുന്നത്. പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ മാല വിഴുങ്ങി. എക്സ്റേയിൽ മാല കണ്ടെത്തിയതോടെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാനായി ശ്രമം. യുവതിയുടെ വയറിളക്കാൻ എനിമ നൽകി. ബാത്റൂം കാണിച്ചു കൊടുത്തില്ലോ. ബാത്റൂം അകത്തോണ്ട് പോയൊന്ന് നോക്ക്. അങ്ങോട്ട് പോടാ ബാത്റൂം. ശ്രമം വിഫലമായതോടെ പോലീസ് സമീനയെ കസ്റ്റഡിയിൽ വാങ്ങി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. പോലീസുകാർ കാവലിരുന്നു. ഒടുവിൽ ശനിയാഴ്ച രാത്രി പ്രതി ശുചിമുറിയിൽ പോയപ്പോൾ മാല പുറത്തു വന്നു. പക്ഷേ മാല പ്രതി ക്ലോസറ്റിൽ ഒഴുക്കി കളഞ്ഞു. ഇതോടെ മോഷണത്തിനു പുറമെ സമീനയ്ക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തൊണ്ടി മുതൽ നശിപ്പിച്ചതിനും വകുപ്പുകൾ കൂടി. എന്നാന്ന് മനസ്സിലായില്ലേ? ചേർത്ത് റിമാൻഡ് ചെയ്തു. മമ്പാട് സ്വദേശികളുടെ 3 വയസ്സുകാരി മകളുടെ 3.5 ഗ്രാമിന്റെ മാലയാണ് മോഷണം പോയത്. ചികിത്സ